നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. അമിത്ഷാ ആ പത്രസമ്മേളനം വിളിച്ചതെന്തിന്? അത് നൽകുന്ന സൂചന എന്താണ്? ദേശീയ മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിൽ നടത്തിയ പത്രസമ്മേളനം. ബംഗാൾ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് അമിത്ഷായുടെ അപ്രതീക്ഷിതവും പതിവില്ലാത്തതുമായ വാർത്താ സമ്മേളനം നടന്നത്. ബംഗാളികൾ വികസനത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. മാത്രമല്ല, വ്യക്തമായ കണക്കുകളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിരത്തി. ആദ്യം വോട്ടെടുപ്പ് നടന്ന 152 സീറ്റിൽ 110-ൽ ഏറെ സീറ്റുകൾ NDA സ്വന്തമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകളെ ഗുണ്ടാപ്പടയെ അണിനിരത്തി ഹൈജാക്ക് ചെയ്യുന്ന മമതയുടെ താന്തോന്നിത്തത്തിന് കൃത്യമായ മറുപടിയാണ് ഇക്കുറി അമിത്ഷാ നേരിട്ട് കളത്തിലിറങ്ങി നൽകുന്നത്. ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പിൽ കണ്ടത് ഭയം മറന്ന് വോട്ട് ചെയ്യാനിറങ്ങിയ ജനങ്ങളെയാണ്. 90% ആളുകൾ വോട്ട് ചെയ്തു. കേന്ദ്രസേനയെ വിന്യസിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയാണ് വോട്ടെടുപ്പ് ഇത്രമേൽ ജനകീയമാക്കിയത്. അതിൻ്റെ ഫലം ഇക്കുറി പ്രകടമാകുമെന്ന ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിന്. ഇത്രയൊക്കെ ചെയ്തിട്ടും മമതയുടെ ഗുണ്ടകൾ ആക്രമണവും ബൂത്ത് പിടുത്തവുമായി അഴിഞ്ഞാടിയ പ്രദേശങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ അക്രമികൾ രക്ഷപ്പെട്ടില്ല. എല്ലാ ഗുണ്ടകളെയും ഒളിത്താവളങ്ങൾ വളഞ്ഞു പിടിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. കൊൽക്കത്തയിലെ റാലിയിൽ അമിത്ഷാ തുറന്ന താക്കീതാണ് മമതയുടെ ഗുണ്ടകൾക്ക് നൽകിയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 29-ന് അക്രമത്തിന്റെ ഭാഷയുമായി ഒരുത്തനും വീടിന് പുറത്തിറങ്ങിയേക്കരുത് എന്ന് അമിത്ഷാ താക്കീത് നൽകി. മമത ദീദിയുടെ ഗുണ്ടാപ്പടയോടാണ് 29-ാം തീയതി ഒരുത്തനും വീടിന് പുറത്തിറങ്ങരുത്. അക്രമം തുടരാനാണ് ഭാവമെങ്കിൽ 5-ാം തീയതിയോടെ എല്ലാത്തിനും തിരിച്ചടി കിട്ടും. മമതയുടെ കാട്ടുഭരണം നടമാടിയതിനു ശേഷം ബംഗാൾ ഇന്നേവരെ കേൾക്കാത്ത ധീരതയുടെ ശബ്ദമാണത്. ബംഗാളികൾ മോട്ടോഭായിയുടെ വാക്കുകളിൽ അവരുടെ ധൈര്യം വീണ്ടെടുക്കുകയാണ്. ഇക്കുറി എന്താകും ഫലമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അമിത്ഷാ നൽകിയ ഉത്തരവും വൈറലാണ്. 2-ൽ നിന്ന് 72-ലെത്തിയതാണ് ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ 72-ൽ നിന്ന് എവിടെ വരെ എത്തുമെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ എന്നായിരുന്നു ആ മറുപടി. ബംഗാളിൽ ഭരണം നേടുക എന്നത് NDA സംബന്ധിച്ച് രാജ്യസുരക്ഷയുടെ കൂടി പ്രശ്നമാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റവും മയക്കുമരുന്ന് വ്യാപനവും സർക്കാർ സ്പോൺസേർഡ് രാജ്യവിരുദ്ധ പ്രവർത്തനവുമെല്ലാം കൂടിച്ചേർന്ന ബംഗാളിനെ ദേശീയധാരയിലേക്ക് എത്തിക്കുക എന്ന പ്രവർത്തനത്തിനാണ് അമിത്ഷാ നേതൃത്വം നൽകുന്നത്. ബംഗാളിന്റെ ആത്മാവിലൂടെ ഗംഗയൊഴുകുന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വെറുതെയല്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമാണ് അമിത്ഷായും കൂട്ടരും നിറവേറ്റുന്നത്. മാർച്ച് അവസാനിക്കുന്നതോടെ നക്സലുകളെ തുരത്തുമെന്ന് വാക്കുപറഞ്ഞ അമിത്ഷാ അത് സാധ്യമാക്കി. ബംഗാളിനെ മോചിപ്പിക്കുമെന്ന വാക്കുകളും സത്യമാവുന്നതിന്റെ അടയാളങ്ങളാണ് എവിടെയും കാണുന്നത്. ചാണക്യൻ വന്നാൽ അദ്ദേഹവും അമിത്ഷായെ കണ്ട് അമ്പരക്കുമെന്ന് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമല്ല എന്ന സാരം.